ഇതാണ് മക്കളെ ആ സാധനം. ഏതാന്നല്ലേ? ചില ഹോട്ടലത്തെ കറിക്കൊക്കെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണല്ലോ അല്ലേ? ഒരു കറിയിലിട്ട സാധനം ഞാനിത് അടിച്ച് മാറ്റിക്കണിട്ടാ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സാധാ ചോറക്കണ അരി. ഇതൊന്ന് വറുത്തെടുക്കട്ടെ നമുക്ക്. കൂടുതലൊന്നും എടുക്കണ്ടട്ടാ, ഇത്ര പോലെ എടുത്താൽ മതിട്ടാ. പിന്നെ അരിയൊന്നും കരിയാൻ നിൽക്കണ്ടട്ടാ, കരിയാതെ തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇപ്പം കണ്ട ഞാനെടുത്ത അരി ഇങ്ങനെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ആയാൽ മതിട്ടാ. അപ്പം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി വറുക്കാൻ പോണതാണ് കേട്ടോ ഇതിത്തെ മെയിൻ താരം. അതാണ് വലിയ ജീരകം. ഇത് 100 ഗ്രാം വലിയ ജീരകമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ വറുത്തെടുക്കുക. വറുക്കുമ്പോൾ തീ പറ്റ കുറച്ച് വെച്ചോളിട്ടാ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകൂട്ടാ. വെളുക്കാൻ തേച്ചത് പാടായി പോയി എന്ന് പറഞ്ഞ പോലെ ആവൂട്ട അവസ്ഥ. കറി ടേസ്റ്റ് കൂടാനും വേണ്ടി ചെയ്യുന്നത് കറി തൊള്ളേക്ക് വെക്കാൻ പറ്റാത്ത കോലാവും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി. തീ കുറച്ച് വെച്ചിട്ട് കൈ വിടാതെ തന്നെ അങ്ങനെ ഇളക്കി കൊടുത്തോളി. ഇത് കൂടുതൽ നേരം ഇട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊട്ടി വരും. ഇപ്പം അത് ജീരകത്തിൻ്റെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കാനുള്ളതാണ് ഈ കറാമ്പൂവ്. കണ്ടമാനം കോരിയിട്ട് കൊടുക്കരുത് കേട്ടോ, വെറും 4 മാത്രം ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പട്ട, അത് ഇത്ര പോകുന്ന ഒരു പീസ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് കറിവേപ്പില. ഇതിപ്പോൾ വറുക്കാൻ നേരത്തെ പൊട്ടിച്ചോടുന്ന് കേകിയതല്ല കേട്ടാ, കുറച്ച് നേരത്തെ തന്നെ ഞാൻ പൊട്ടിച്ചിട്ട് കേകിയിട്ട് ഇതിന് വെള്ളമൊക്കെ പോവാൻ വെച്ചിരുന്നേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ചെയ്തോളിട്ടാ. ഇപ്പോൾ കറിവേപ്പില ചേർത്തിക്കണെന്ന് വിചാരിച്ചിട്ട് തീ കൂട്ടി വെക്കാൻ നിൽക്കണ്ടട്ടാ, അപ്പോഴും ജീരകവും കറിവേപ്പിലയും കരിഞ്ഞു പോകൂട്ടാ. അങ്ങനെ ഇതാ നമ്മൾ വേപ്പിൻ്റെ ഇല ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടാ. ഇതേപോലെ ഉണ്ടാവേണ്ടത്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒച്ച ഉണ്ടാവും, അതിങ്ങനെ പൊടിഞ്ഞു പോരും ചെയ്യും. അപ്പോൾ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യട്ടാ. അങ്ങനെ അത് നേരത്തെ അരി വറുത്ത് കോരി വെച്ച പാത്രത്തിൽ തന്നെ അതും മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി കുറച്ചൊന്നത് ചൂടാറിക്കോട്ടെട്ടാ. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടാ. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നേരത്തെ വേപ്പിൻ്റെ ഇലൻ്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ മിക്സിയും തന്നെ ഇത് ഉണ്ടാക്കാൻ നേരത്തെ കേൾക്കാൻ നിൽക്കണ്ടട്ടാ. ആദ്യം തന്നെ കേക്ക് ഉണക്കി വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. അങ്ങനെ 1-2 ട്രിപ്പായിട്ട് ഞാനിത് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാനിതാ പൊടിച്ചെടുത്തേക്കണേ. എന്നിട്ട് പൊടിച്ച് കൊടുക്കാണ്ട് ഇതിൻ്റെ മൂടിൻ്റെ തുറന്നപ്പണ്ട് എൻ്റെ മക്കളെ ഒരു മണം. ഇപ്പം തന്നെ ഇതായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നൂട്ടാ. അങ്ങനെ ഞാൻ ഈ പൊടിച്ചത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലായിടത്തും പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വെള്ളത്തിൻ്റെ അംശം തീരെയും പാടില്ല കേട്ടാ. ഈ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ മസാല ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കി തീർക്കാനുള്ളതല്ലല്ലേ. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എടുത്ത് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേട് തന്നു പോകൂട്ടാ. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ കുപ്പി തിരഞ്ഞെടുക്കാൻ നിൽക്കണ്ട, ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കിയാൽ മതി. അപ്പോൾ എന്നാൽ അതിൻ്റെ കൊതിപ്പിക്കണ മണമൊന്നും കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ കുപ്പിയിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഹോട്ടലത്തെ ആൾക്കാർ നമ്മളോട് മറച്ചു വെച്ചിരുന്ന കാര്യം ഇതായിരുന്നു കേട്ടാ. അപ്പം ഇനി ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളി. നോക്കിക്കാതെ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കി വെച്ചോളി. എന്നാൽ പിന്നെ ഹോട്ടൽക്കൊന്നും പോകണ്ട. തൊള്ളക്ക് ചാതുള്ള കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വരെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം.